അപ്പോൾ യമനിൽ നിന്നുള്ള കൂടുതൽ നല്ല നല്ല വീഡിയോയുമായി ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഫ്യൂജറയിൽ നിന്നും കാർഗോ ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ യമനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാർ സോണാണ് യമൻ എന്ന് പറയുന്നത്, റെഡ് സീ. അപ്പോൾ കൂടാതെ ഒരുപാട് പൈററ്റ്സിന്റെ ആക്രമണങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പല ന്യൂസിലും കണ്ടിട്ടുണ്ടാവും റെഡ് സീയിൽ കപ്പൽ റാഞ്ചി ബോംബിട്ടു എന്നൊക്കെ കേൾക്കുന്നത്. ഇപ്പം ഒരുപാട് ഹമാസും മറ്റേ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന ഏരിയയാണ് റെഡ് സീ. അപ്പോൾ ഒരുപാട് കപ്പലുകളെ ഇവർ ബോംബിട്ട് തകർക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ കൂടിയിട്ടാണ് നമ്മൾ ഫുൾ കപ്പൽ ഡീസൽ ലോഡ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടൽ ഭയങ്കര റഫാണ്. നമ്മൾ ഫ്യൂജറിൽ നിന്ന് യമനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആം ഗാർഡ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ള കാരണം സൊമാലിയൻ പൈററ്റ്സും അവരുടെയൊക്കെ ആക്രമണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ആം ഗാർഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒമാൻ്റെ സൈഡിൽ ഇപ്പം സ്ലോ ഡൗൺ ചെയ്തിരിക്കുകയാണ് കപ്പൽ. ഏകദേശം ഒരു 9 നോട്ടിക്കൽ മൈലിൻ്റെ അപ്പുറത്ത് നമ്മുടെ ആം ഗാർഡ്സിൻ്റെ മദർ വെസൽ കാണുന്നുണ്ട്. ഇനി അതിൽ നിന്ന് അവർ ബോട്ടിൽ കൂടിയിട്ട് ഒരു 3 പേര് ഈ കപ്പലിലോട്ട് കയറിയിട്ട് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണുള്ളത് ഇപ്പം. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാം. പൈറസി ഏരിയയിൽ കൂടി പോകുന്ന കപ്പലുകൾക്ക് ആം ഗാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നിർബന്ധമില്ലെങ്കിലും നമ്മുടെ കമ്പനി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കപ്പലിൽ നിന്നും 9 നോട്ടിക്കൽ മൈൽ ദൂരത്തുള്ള മദർ വെസലിലാണ് ആം ഗാർഡ്സുകളുടെയൊക്കെ താമസം. 9 മാസത്തിൽ കൂടുതൽ കോൺട്രാക്റ്റുള്ള ഇവരിൽ പല രാജ്യക്കാരുമുണ്ട്. നമ്മുടെ കപ്പലിൽ വന്ന 3 ആം ഗാർഡ്സും നേപ്പാളികളാണ്. ഇന്ത്യൻ ഓഷ്യനിൽ കടലിൻ്റെ ഇങ്ങേ തലയ്ക്ക് ഒമാൻ സൈഡിലാണ് ഇവരുടെ മദർ വെസലാണെങ്കിൽ അങ്ങേ തലയ്ക്ക് ശ്രീലങ്കയുടെ ഗാലയിലാണ് അടുത്ത മദർ വെസൽ കിടക്കുന്നത്. ഇതേപോലെ തന്നെ ഗൾഫ് ഓഫ് ഗിനിയയിലൊക്കെ വേറെ മദർ വെസലുകളും ഉണ്ട്. ഓരോ രാജ്യത്തിൻ്റെ പോർട്ടിലും വെപ്പൺസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ബുദ്ധിമുട്ടുള്ളത് കാരണമാണ് ഈ ഫ്ലോട്ടിംഗ് ആർമറീസിൻ്റെ ഉത്ഭവം തന്നെ. കടൽ എത്ര റഫാണെങ്കിലും ഈ ആം ഗാർഡ്സൊക്കെ വരുന്നത് നമ്മുടെ പൈലറ്റ് ലാഡർ ഉപയോഗിച്ചിട്ടാണ് കപ്പലിൽ കയറുന്നത്. 3 പേരും ഈ നേപ്പാളികളായ 3 ആം ഗാർഡ്സിൻ്റെ വെപ്പൺസും ആർമറീസൊക്കെ മുകളിലേക്ക് കപ്പലിൽ കയറ്റാൻ വേണ്ടി നമ്മുടെ ഷിപ്പ് ക്രൂവും അവരെ ഹെൽപ്പ് ചെയ്തു. ആം ഗാർഡ്സിനെ കയറ്റാൻ വേണ്ടി നിർത്തിയിട്ടിരുന്ന കപ്പൽ ആം ഗാർഡ്സ് കയറിയ ഉടനെ ഒന്ന് സെറ്റായ ശേഷം എൻജിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ യാത്ര തുടർന്നു. കപ്പലിലെ ഫെമിലറൈസേഷൻ റൗണ്ട്സൊക്കെ കഴിഞ്ഞ ശേഷം ആം ഗാർഡ്സ് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു, ഒരു ക്രൂ മീറ്റിംഗ്. കപ്പലിൽ ഒരു പൈറസി അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഷിപ്പ് ക്രൂ എന്തൊക്കെ ആക്ഷനാണ് ചെയ്യേണ്ടതെന്നും അതേപോലെ തന്നെ ആം ഗാർഡ്സ് എന്തൊക്കെ ആക്ഷനാണ് എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ആ ഒരു ഡ്രില്ലിൽ ഡിസ്കസ് ചെയ്തത്. ഒരു മോക്ക് ഡ്രില്ല് അറ്റൻഡ് ചെയ്ത ശേഷം നമ്മൾ നേരെ പോയത് സ്റ്റിയറിംഗ് റൂമിലോട്ടാണ്. ഒരു പൈറസി അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാനം ബ്രിഡ്ജിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ക്യാപ്റ്റനും ആം ഗാർഡ്സും. സെക്യൂരിറ്റി അലേർട്ട് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത ശേഷം ഇവാക്യുവേറ്റ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഒരു ഗ്യാദർ ചെയ്യുന്ന ഒരു സ്പേസാണ് സ്റ്റിയറിംഗ് റൂം, അതായത് നമ്മുടെ സിറ്റാഡൽ സ്പേസ്. അവിടെ നിന്നായിരിക്കും നമ്മൾ സ്റ്റിയറിംഗ് ഗിയറൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എമർജൻസി സ്റ്റിയറിംഗ് ഗിയർ. അപ്പോൾ ഡ്രില്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എമർജൻസി സ്റ്റിയറിംഗ് ഗിയറൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത ശേഷം ഒരു മോക്ക് ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്തു.
കൂടാതെ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു സിറ്റാഡൽ സ്പേസിൽ സാറ്റലൈറ്റ് ഫോണ്, ഫുഡ് ആൻഡ് വാട്ടർ റേഷൻ, ടോയ്ലറ്റ് ഫെസിലിറ്റി ഇതൊക്കെ ഫെമിലറൈസ് ചെയ്യിക്കും. ആം ഗാർഡ്സിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം പോർട്ട് ഹോൾസ്, വിൻഡോസ്, ഡോറ് ഇതൊക്കെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി നേരത്തെ തന്നെ കട്ട് ചെയ്ത് സൈസാക്കി വെച്ചിരിക്കുന്ന മെറ്റൽ പ്ലേറ്റ്സ് എടുത്ത് വിൻഡോസും പോർട്ട് ഹോൾസും ഡോർസൊക്കെ കവർ ചെയ്തു. ഈ കവർ ചെയ്യുന്നതിനെ കൊണ്ട് രണ്ടുണ്ട് കാര്യം. അതിലൊന്ന്, രാത്രിയിൽ ഈ കപ്പലിലെ ലൈറ്റ് പുറത്ത് കാണാതെ പൈററ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനോ കാണാനോ പറ്റത്തില്ല. ഇനി രണ്ടാമതായി, കപ്പലിലെ വീക്ക് പോയിൻ്റായ പോർട്ട് ഹോൾസ്, വിൻഡോസിലെ ഗ്ലാസ്, അതേപോലെ തന്നെ നമ്മുടെ ഡോറ് ഇതിലൊക്കെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ മാതിരി ഈ ഒരു മെറ്റൽ ഷീൽഡ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കപ്പലിൻ്റെ സെക്യൂരിറ്റി പ്രൊസീജിയറിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റേസർ വയർ ഇപ്പം കപ്പലിൻ്റെ സൈഡിലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ റേസർ വയർ എന്തിനാണ് കെട്ടുന്നത് വെച്ചാൽ നമ്മുടെ പൈററ്റ്സ് ഒക്കെ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ബോട്ടിലെ വന്നിട്ടുള്ള പൈററ്റ്സ് ഒന്നും കടലിലൂടെ വരുന്ന പൈററ്റ്സിനൊന്നും കപ്പലിലേക്ക് കയറാൻ പറ്റില്ല. ഇത് ഭയങ്കര ഷാർപ്പ് എഡ്ജായിട്ടുള്ള ഭയങ്കര ഒരു മൂർച്ചയുള്ള ഒരു കമ്പിയാണ് ഈ കെട്ടിക്കൊണ്ടിരിക്കുന്നത് കപ്പലിൻ്റെ സൈഡിൽ. ഇത് ഫോർവേഡ് മുതൽ നമ്മൾ ആഫ്റ്റ് വരെ ഇത് കെട്ടിക്കൊണ്ടിരിക്കും. അപ്പം ബോട്ടിലൂടിയിട്ടൊക്കെ ഈ പൈററ്റ്സ് വന്നു കഴിഞ്ഞാൽ കയറിട്ടിട്ട് മേലേക്ക് കയറി വരാൻ പറ്റില്ല. ഈ റെയിലിങ്ങിനാണ് ഇതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫോർവേഡിലൊക്കെ ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പം ആഫ്റ്റിലോട്ട് ഈ റെയിലിങ്ങിന് മൊത്തം ഇത് കെട്ടിക്കൊണ്ടിരിക്കും നമ്മൾ. അപ്പോൾ കടലിലൂടിയിട്ട് വരുന്ന ബോട്ട് ത്രൂ വരുന്ന സൊമാലിയൻ പൈററ്റ്സോ അതുവരെ കപ്പൽ ആക്രമിക്കാൻ വരുന്നവരോ അല്ലെങ്കിൽ റാഞ്ചാൻ വരുന്നവർക്കൊന്നും ബോട്ടിലൂടിയിട്ട് ഈ കടലിൽ നിന്ന് നമ്മുടെ കപ്പലിലേക്ക് കയറാൻ പറ്റില്ല. സാധാരണ ആൾക്കാരൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ കയറ് കെട്ടിയിട്ട് ഈ റെയിലിങ്ങിനോട്ട് ഒരു ഹുക്ക് ഇട്ടിട്ട് കയറി വരാനാണ് പതിവ്. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇത് കയറി വരാൻ പറ്റില്ല. ഫയർ ഹോസ് ജെറ്റ് മോഡലും പിന്നെ ഡമ്മിയും. ഷാർപ്പ് എഡ്ജോട് കൂടിയിട്ടുള്ള ഈ റേസർ വയർ ഫോർവേഡ് മുതൽ ആഫ്റ്റ് വരെ ഫിക്സ് ചെയ്യൽ തന്നെ ഒരു ടഫായിട്ടുള്ളൊരു ജോബാണ്. നല്ല ഹാർഡായിട്ടുള്ള ലെതർ ഗ്ലൗസും ഗോഗിൾസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത് തന്നെ. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യം കപ്പലിൽ പൈററ്റ്സ് വരുന്നത് തടയുക മാത്രമല്ല കേട്ടോ. അവർ കപ്പലിൽ കയറുന്നത് ഡിലേ ചെയ്ത് നമുക്ക് കമ്പനിക്കും അതേപോലെ തന്നെ ഷോർ അതോറിറ്റിയിലും ഇൻഫോം ചെയ്തിട്ട് ടൈം എക്സ്റ്റെൻഡ് ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതേപോലെയാണ് നമ്മുടെ കപ്പലിൽ വെച്ചിരിക്കുന്ന ഈ ഡമ്മി. ഇതിപ്പോൾ കടൽ കൊള്ളക്കാരോ അല്ലെങ്കിൽ റാഞ്ചാ വരുന്നവരോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. മീൻസ് ആരോ നോക്കി നിൽക്കുന്ന പോലെ തോന്നും നമുക്ക്. അപ്പം ആൾക്കാർ ഓടിപ്പോകും. ബോട്ടിലൂടിയിട്ട് ദൂരത്തു നിന്ന് കാണുമ്പം ഇത് ആരോ നിന്ന് വാച്ച് ചെയ്യുന്ന മാതിരി തോന്നും. നമ്മുടെ അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡമ്മി ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് റെഡ് സീയുടെ മിഡിലായിട്ടുള്ള ജിബൂത്തി എന്നൊരു ആഫ്രിക്കൻ കൺട്രിയിലാണ്. ഒരു സൈഡിൽ ഏറ്റവും കൂടുതൽ വാർ നടക്കുന്ന റെഡ് സീയും മറ്റൊരു സൈഡിൽ സൊമാലിയൻ പൈററ്റ്സിൻ്റെ ആക്രമണം നടക്കുന്ന ഗൾഫ് ഓഫ് ആഡനും. ഇതിൻ്റെ നടുക്കുള്ള ആഫ്രിക്കൻ കൺട്രിയായ ജിബൂത്തിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? യാദൃശ്ചികമായിട്ടാണ് ഈ ജിബൂത്തി എന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളത്.